നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനും നിലവിലെ CPM നേതാവുമായിട്ടുള്ള PS പ്രശാന്ത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിന്റെ നിഴലിലായിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് വിട്ട് CPMലെത്തിയ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ പ്രശാന്ത് കൈവരിച്ച അസ്വാഭാവികമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ നിലനിന്നിരുന്ന സംശയങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളുമായി ഒത്തുപോകുന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ദേവസ്വം ബോർഡിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന സാമ്പത്തിക തിരിമറികൾ കേവലം വ്യക്തിപരമായിട്ടുള്ള അഴിമതി എന്നതിലുപരിയായി കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടന്ന ഒന്നാണെന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അന്വേഷണം അറസ്റ്റിലേക്ക് നീങ്ങുന്നതോടെ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും വിശ്വാസ്യത വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ്. 2025 ഈ ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാനായി കൈമാറാൻ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ പ്രശാന്ത് കാണിച്ച അമിതമായ താല്പര്യം അഴിമതിയുടെ ആഴം വ്യക്തമാക്കുകയാണ്. ഈ ഇടപാടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാന്തരമായിട്ട് അന്വേഷണം നടത്തുന്നുവെന്ന തിരിച്ചറിവാണ് സംസ്ഥാന അന്വേഷണ ഏജൻസി ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ക്ലബ്ബിൽ വെച്ച് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളെയും വിദേശ യാത്രകളുടെയും ഒക്കെ തന്നെ വിശദമായ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രേഖകളിൽ വലിയ അപാകതകൾ ഉള്ളതായിട്ട് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവായി മാറിയിട്ടുണ്ട്. 1998 മുതൽ 2025 വരെയുള്ള കാലയളവിലെ ദേവസ്വം ബോർഡ് ഇടപാടുകൾ പുനഃപരിശോധിക്കണമെന്ന കോടതി ഉത്തരവ് പ്രശാന്തിനെ മാത്രമല്ല അദ്ദേഹത്തിന് മുന്നേ ഈ പദവികൾ അലങ്കരിച്ചവരുടെയൊക്കെ തന്നെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ തന്നെ ചെലുത്തിക്കൊണ്ട് കേസ് ഒതുക്കി തീർക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ പ്രശാന്തിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യം കൂടി പുറത്തു വന്നതോടെ അറസ്റ്റ് അനിവാര്യമാണെന്ന നിലപാടിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ. അറസ്റ്റ് വൈകിപ്പിക്കുന്നത് നാണക്കേടുണ്ടാക്കുമെന്നും അന്തിമഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ കേസ് ഏറ്റെടുത്താൽ അത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും SIT വിലയിരുത്തുന്നു. PS പ്രശാന്തിനെ പോലെ പാർട്ടി കേഡർ സംവിധാനത്തിന് പുറത്തുനിന്ന് വന്ന ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വകുപ്പ് മന്ത്രിക്കുമുള്ള പങ്കും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. സാധാരണഗതിയിൽ പാർട്ടിയോടെ കൂറുള്ള നേതാക്കളെ ഇത്തരം സ്ഥാനങ്ങളിൽ നിയമിക്കുമ്പോൾ അഴിമതിക്ക് കൂട്ടുനിൽക്കില്ലെന്ന് കണ്ട് രാഷ്ട്രീയമായി വലിയ വേരുകളില്ലാത്തതും എന്നാൽ അധികാര കേന്ദ്രങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായ വ്യക്തികളെയാണ് ബോർഡ് തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന ആരോപണം അത് ശക്തമാണ്. പ്രശാന്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടെ ശബരിമലയിലെ സ്വർണ്ണ മോഷ്ടാക്കളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പ്രതിപക്ഷത്തിന് പുതിയ ആയുധം ലഭിക്കുന്നതാണ്. പ്രശാന്ത് അറസ്റ്റിലാകുന്ന പക്ഷം CPMൻ്റെ പ്രതിരോധ തന്ത്രങ്ങൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ ഇതിനകം തന്നെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. പ്രശാന്ത് മുൻ KPCC സെക്രട്ടറിയും നെടുമങ്ങാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിരുന്നു എന്ന വസ്തുത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അഴിമതിയുടെ പാപഭാരം മുഴുവൻ കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പഴയ കോൺഗ്രസ്സുകാരൻ്റെ ബുദ്ധി എന്ന ലേബലിൽ ഈ അഴിമതിയെ CPM തള്ളിപ്പറഞ്ഞേക്കാമെങ്കിലും അദ്ദേഹം ചെയ്ത ക്രമക്കേടുകൾക്ക് മൗനാനുവാദം നൽകിയ സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല. പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്തവരെ ഉന്നത സ്ഥാനങ്ങളിൽ അവരോധിച്ചത് അഴിമതി സുഗമമാക്കാൻ വേണ്ടിയായിരുന്നുവെന്ന വിമർശനം ഇതിനോടകം തന്നെ ഇപ്പോൾ അണികൾക്കിടയിലും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് PS പ്രശാന്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അത് കേരള ഭരണകൂടത്തിൻ്റെ അടിത്തറ പേരെ ഇളക്കാൻ കെൽപ്പുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രശാന്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് ED ഈ കേസിൽ നേരിട്ട് ഇടപെടുകയും ചെയ്താൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്ഫോടനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സ്വർണ്ണ ഇടപാടുകളിലെ രേഖകൾ പിടിച്ചെടുക്കുന്നതോടെ കൂടുതൽ പ്രമുഖരിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ഗൂഢാലോചന നടത്തിയവർ അത് ആരായാലും അവർക്ക് നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഇപ്പോൾ ഉറപ്പാണ്. പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് വരും വർഷങ്ങളിൽ വലിയൊരു രാഷ്ട്രീയ പ്രതിരോധത്തിന് കാരണമാകുമെന്നതിൽ സംശയമില്ല.